ഗൈസ് ഇന്ന് രാവിലെ നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു. ഇന്ന് നമ്മുടെ കോളേജിൽ പഠിച്ച പയ്യന്റെ കല്യാണമായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ എംജിയണ്ണനും കൂടെ കല്യാണത്തിനൊക്കെ പോയി ചെക്കൻ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു നമ്മുടെ സൈ സ്റ്റോറീസ് ചെയ്യുന്നു. അങ്ങനെ കല്യാണത്തിന് നിൽക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഒരു കോള് വരുന്നത്. വേഗം വരും ഇങ്ങനത്തെ വിളി വന്നത് നമ്മൾ പേടിച്ചു ഓടി മയിലക്കോണത്ത് വന്ന്. അപ്പോഴല്ലേ അറിയണം നമ്മളെ ചുമക്കാൻ വേണ്ടി വിളിച്ചാണ് ഗൈസ്. ഈ ഒരു മുതുക്ക് ടിവിയും ചുമന്നുകൊണ്ട് മുകളിൽ കൊണ്ടുവയ്ക്കണമായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, നമ്മള് പണ്ടത്തെ മിസ്റ്റർ കേരള ആയിരുന്നല്ലോ. പഠിച്ചോനെ നിങ്ങൾ കാത്തോളീന്നും പറഞ്ഞ് മുള്ളോട്ടങ്ങോട്ട് കൊണ്ടുപോയി. എന്താ ഈ കാണിക്കണേ? എന്തോ ഞാൻ എന്താ പറഞ്ഞു. ആമസോണിൽ നിന്നാണ് നമ്മൾ ഈ ടി വി വാങ്ങി. എമ്മയുടെ ടി വിയാണ്, 75 ഇഞ്ചാണ് ടി വിക്ക് വരുന്നത്. എന്റെയും കുഞ്ചുവിന്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ മുകളിലത്തെ നിലയിൽ ഒരു വലിയൊരു ടി വി വാങ്ങിക്കണമെന്ന്. കാരണം ഇപ്പൊ നിലവിൽ IPL നടക്കുകയാണല്ലോ, എന്നിട്ട് അടുത്ത വർഷം ഒടിയ വേൾഡ്. അപ്പൊ ഇതെല്ലാം നമുക്ക് നല്ല ബിഗ് സ്ക്രീനിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് വാങ്ങിയത്. നിങ്ങൾ വിചാരിക്കും റിച്ച് EMI ആണ് EMI. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ടീം വന്നിട്ടുണ്ട് ലോയിഡ് AC ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവന്മാർക്കും കൊടുത്തു 900 രൂപ. പോയി രക്ഷപ്പെടട്ടെ. വരുമ്പോ എല്ലാ പണികളും ഒരുമിച്ച് വരുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇന്നത് നടന്നു ഗൈസ്. പിന്നെ ലോയിഡ് AC നമ്മുടെ ഈഗോ ഹർട്ടായി വാങ്ങിയതാണ്. എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം AC-യുടെ. നമ്മൾ ലോയിഡിന്റെ 1.5 ടൺ AC വാങ്ങിയോണ്ട് നല്ല തണുപ്പായിരുന്നേ. വിറച്ചു ഗൈസ്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ റൂമിൽ നോക്കിയപ്പോ അമ്മ TV സെറ്റ് ചെയ്യാണ്. ഒരു റൂമിൽ AC, ഒരു റൂമിൽ TV. അങ്ങനെ നമ്മുടെ ടിവിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ശരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുമായിരിക്കും, അത് ഈ വീഡിയോയുടെ കുഴപ്പം. ശരിക്കും ഈ TV ഒന്ന് നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ സൈസ് അറിയാൻ പറ്റുന്നത്. ഞാൻ ഫോണിൽ ഒരുപാട് തവണ നോക്കി, പക്ഷെ ഇത്രയും സൈസ് ഫോണിൽ എടുക്കുമ്പോ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബോട്ടിന്റെ സ്പീക്കറും കൂടെ ടിവിയിൽ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷ. അപ്പൊ ഈ ടിവിയുടെ ലിങ്ക് വേണം, ഒരു ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതിയെ, ഞാൻ നിങ്ങൾക്ക് DM ൽ അയച്ചു. ആരും അയക്കില്ലെന്ന് അറിയാം, വെറുതെ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ നമ്മുടെ വോട്ടിടാനുള്ള സമയമായി. രക്തം തിളച്ച് എന്ന് കേറി കൊടുത്തത് മുതുക്ക് മഷി എടുത്ത് തേച്ച് നല്ല കാര്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓട്ടാണ് ഗൈസ്, ഞാൻ ഓട്ടനാൾ ജയിക്കും. ആണ് എന്നെ ഇന്ന് കൊണ്ടാക്കുന്നത് ഗൈസ് ഓട്ടിടാൻ വേണ്ടി. ആദൽ ഉണ്ട് ആൻഡ് കാണുന്നുണ്ടോ, ഹംദയുണ്ട്. അങ്ങനെ വണ്ടിന്ന് ഒരു സ്റ്റെപ്പ് പോലും നടക്കാത്ത കുഞ്ചു തേരി കയറി നടന്നു പോകും. കുഞ്ചുവിന് വോട്ട് വന്നത് നമ്മുടെ മേമലയുള്ള സ്കൂളിലായിരുന്നു. അങ്ങനെ കുഞ്ചുവിന്റെ വോട്ട് കഴിഞ്ഞ ഉടനെ വെളിയിലേക്ക് ഇറങ്ങി ആ കർമ്മം അങ്ങ് തീർക്കുകയാണ്. വിരലിന്റെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. എനിക്കൊരു സമാധാനമില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട പഠിക്കാൻ മറക്കല്ലേ.